ബാക്കിയുള്ളത് അതുപോലെ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്യുക. ചെറിയ കുഞ്ഞുങ്ങളാക്കി മഞ്ഞൾ വെള്ളത്തിലിട്ടൊക്കെ അതിന് വല്ല വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പം അത് കടയാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞളും ഇട്ടിട്ട് മഞ്ഞൾ വെള്ളത്തിൽ നമുക്ക് ഒരു അരമണിക്കൂർ മതി ഇട്ട് ഇഞ്ചി തെളിച്ചേട്ടാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. മഞ്ഞൾ വെള്ളം ഊറ്റിയിട്ട് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, ചെറിയ ജീരകം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് കറക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ വയ്ക്കട്ടെ, അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടൂല നമുക്കിത്. നമ്മൾ മിക്സി കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇത്ര അരിഞ്ഞാൽ മതി, അധികം അരയണ്ട. നമുക്ക് സൂപ്പാക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് അരിഞ്ഞാൽ മതി. ഈ പട്ട 2 കഷ്ണം ഇടുക കേട്ടോ, കുറച്ച് കാണും. അതിലേക്ക് ഇതാ എടുത്ത് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ, കുറച്ച് ഉപ്പ് ഇടും. അപ്പോൾ നമ്മളിതേക്ക് 1 കപ്പ് വെള്ളം ഞാൻ പാരുന്നുണ്ട്. നമ്മൾ കുറച്ച് ആളുണ്ടായതുകൊണ്ട് 1 കപ്പ് വെള്ളം പാരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാരാം. നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ആടിൻ്റെ സൂപ്പിൻ്റെ ഏകദേശം ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ. അപ്പോൾ ഇത് എവിടെ കാണണമെങ്കിലും ആരും മിസ് ചെയ്യണ്ട, വെച്ച് കഴിക്കുക. നല്ല ഗുണങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് എവിടെ കാണണമെങ്കിലും വെച്ച് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ചൂടാറിയിട്ട് കുടിച്ചു നോക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് സെറ്റാ ഉണ്ടാക്കിയാൽ ചൂടുണ്ടായി പൊന്നെ സൂപ്പറാ സൂപ്പർ. സാധാ സൂപ്പിനായിരുന്നു അതേ ചോദ്യ ആട്ടുംകാലിലെ സൂപ്പ് തന്നെ നല്ല രസമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കുക.